നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. മോൻത അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി. വൈകിട്ടോടെ തീരം തൊടും. ആന്ധ്രാ തീരത്ത് ശക്തമായ കടലാക്രമണം. 16 ജില്ലകളിൽ റെഡ് അലർട്ട്. തീരമേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. 72 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. വിമാന സർവീസുകളിലും മാറ്റം. ഈ വർഷത്തെ ശക്തിയേറിയ കൊടുങ്കാറ്റിന്റെ ഭീതിയിൽ ജമൈക്ക. മെലിസ കൊടുങ്കാറ്റ് മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിൽ തീരം തൊടുമെന്ന് മുന്നറിയിപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെ 4 ദിവസം കസ്റ്റഡിയിൽ വിട്ടു. കോടതി ഉത്തരവ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ദേവസ്വം ഭരണസമിതിയുടെ പങ്കിലും അന്വേഷണം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. ജില്ലാ കളക്ടർമാരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന് കെ സുരേന്ദ്രൻ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവാളികളെ രക്ഷിക്കാൻ വീണ്ടും സർക്കാരിന്റെ നീക്കം. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിച്ച് ജയിൽ സൂപ്രണ്ടുമാർക്ക് ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്ത്. അസാധാരണമായ നടപടിക്രമമെന്ന് കെ രമ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1800-ലേറെ പോയിന്റുമായി ഓവറോൾ കിരീടം തിരുവനന്തപുരത്തിന്. അത്ലറ്റിക്സ് കിരീടം മലപ്പുറത്തിന്. സമാപന ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2:30 മുതൽ. അടുത്ത മേള കണ്ണൂരിൽ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി. ആന്ധ്രാ തീരത്ത് നിന്ന് 270 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാത്രിയോടെ തീരം തൊടും. ആന്ധ്രയിലും ഒഡീഷയുടെ തെക്കൻ തീരങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 72 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. ബീച്ചുകളിൽ നിന്നടക്കം ആളുകളെ ഒഴിപ്പിച്ചു. ആന്ധ്രയിലെ കാക്കിനഡയ്ക്ക് സമീപം മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിലായിരിക്കും ചുഴലി തീരം തൊടുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കരയിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ആന്ധ്രാ തീരത്ത് കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഏത് സാഹചര്യവും നേരിടാൻ ദുരന്ത നിവാരണ സേനയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ശ്രീകാകുളം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 23 ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രകാശം, നെല്ലൂർ, വെസ്റ്റ് ഗോദാവരി, കാക്കിനഡ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഗുണ്ടൂരിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫുട്പാത്തുകളിൽ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. അവശ്യവസ്തുക്കൾ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കടൽ തീരങ്ങളിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ആശുപത്രികളിൽ പ്രത്യേക വാർഡുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും മഴ ശക്തമാണ്. ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും ബംഗാളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെയും തീരദേശ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ വിലക്ക് ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 2 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും പരക്കെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇടിമിന്നലോടുകൂടിയ മഴയുടെ സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. നദികൾ മുറിച്ചു കടക്കാനോ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ ഇറങ്ങാനോ പാടില്ല. അതേസമയം സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി മഴ തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഇടുക്കി അടിമാലിക്ക് പിന്നാലെ പള്ളിവാസലിലും മണ്ണിടിഞ്ഞു. പള്ളിവാസൽ മൂലക്കടയിലാണ് ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ഭാഗത്തേക്ക് പതിച്ചത്. ഇന്നലെ രാത്രി 10:30 സംഭവം. ഇതുവഴിയുള്ള രാത്രികാല യാത്ര നിരോധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. പ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുകയാണ്. കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ആശങ്ക നിലനിൽക്കുന്നു. നൂറ്റാണ്ടിലെ ശക്തിയേറിയ കൊടുങ്കാറ്റായ മെലിസ ജമൈക്കൻ തീരത്തോട് അടുക്കുന്നു. മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിൽ തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ്. ദ്വീപിൽ ശക്തമായ മഴയും കാറ്റുമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 3 പേർ മഴക്കെടുതിയിൽ മരിച്ചു. പരമാവധി ശക്തിയുള്ള കൊടുങ്കാറ്റിന്റെ വിഭാഗമായ കാറ്റഗറി 5-ലാണ് മെലിസയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും സാധ്യതയുള്ളതിനാൽ രാജ്യത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPI വകുപ്പിനെതിരെ ബദൽ സമരവുമായി SFI. കാർഷിക സർവകലാശാല ഫീസ് വർധന ഉയർത്തിക്കാട്ടിയാണ് SFIയുടെ സമരം. കാർഷിക സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ SFI സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പങ്കെടുത്തു. ഫീസ് വർധനവ് ഉണ്ടാകില്ലെന്ന ഉറപ്പ് അട്ടിമറിക്കപ്പെട്ടെന്ന് ആരോപിച്ചാണ് സമരം. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ASF, AYF എന്നിവർ സമരം ശക്തിപ്പെടുത്തുന്നതിനിടെയാണ് SFIയുടെ കൃഷി വകുപ്പിനെതിരായ സമരം. ഉദ്യോഗസ്ഥർ ഇന്ന് തിരികെ പോകണമെങ്കിൽ സ്വാഭാവികമായും ഈ ഫീസ് ഇനത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായേ പറ്റൂ. അതിലൊരു ഇഞ്ച് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ക്യാമ്പസിൽ നിന്ന് 7ഓളം വരുന്ന വിദ്യാർത്ഥികൾ TC വാങ്ങി പോവുകയാണ്. ഞങ്ങൾ ഈ മാർച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു പിതാവാണെന്ന് തോന്നുന്നു, ഒരു കുട്ടിയുടെ പിതാവാണ്. അദ്ദേഹം വന്ന് പറഞ്ഞത്, നല്ല കാര്യമാണ് മക്കളെ, നിങ്ങളെങ്കിലും ഇത് ചെയ്യുമല്ലോ എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ എവിടെയൊക്കെയോ കുഴിച്ചു മൂടാമെന്ന് കരുതി ചിലർ ഈ കേരളത്തിൽ സമരാഭാസങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോടൊപ്പം സമരം ചെയ്യുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിന് 4 ദിവസം കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. റാന്നി കോടതിയുടേതാണ് ഉത്തരവ്. കസ്റ്റഡിയിൽ വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, മുരാരി ബാബുവിനെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ മുരാരി ബാബുവിൽ നിന്ന് അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ഇനി ആവശ്യപ്പെടുമോ, അതോ 4 ദിവസം കൊണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുമോ? എന്താണ് അറിയുന്നത്? അതേമായ ഇപ്പോൾ 4 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഈ അന്വേഷണ സംഘം ചോദിച്ചത്. അതുപ്രകാരമാണ് കോടതി 4 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. മുരാരി ബാബുവിനെ ഈ 4 ദിവസം കൊണ്ട് തന്നെ ശബരിമല സന്നിധാനത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് ഒപ്പം ഇരുത്തി കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇരുവരും എന്താണ് പറയുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷണ സംഘത്തിന് കേൾക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 4 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെ കോടതിയോട് ചോദിച്ചത്. കോടതി അതുപ്രകാരമാണ് ഈ 4 ദിവസത്തെ കസ്റ്റഡി കാലാവധി അനുവദിച്ചിരിക്കുന്നത്. ഇനിയും സന്നിധാനത്തടക്കം എത്തിച്ച് ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഈ മുരാരി ബാബു. ഈ സ്വർണ്ണപ്പാളിയായിരുന്ന ദ്വാരപാലക ശില്പത്തിലെ ഉൾപ്പെടെ സ്വർണ്ണപ്പാളി, ചെമ്പുപാളി എന്നടക്കം തിരുത്തി എഴുതുകയും അത്തരത്തിൽ ഗൂഢാലോചന നടത്തുകയും ചെയ്തതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മുരാരി ബാബുവിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണമായിരിക്കും 4 ദിവസം കൊണ്ട് അന്വേഷണ സംഘം നടത്തുക. കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവാളികളെ രക്ഷിക്കാൻ വീണ്ടും സർക്കാരിന്റെ നീക്കം. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്ത് നൽകി. ജയിൽ ആസ്ഥാനത്ത് നിന്നാണ് കത്ത് നൽകിയിരിക്കുന്നത്. കത്തിൽ പരോൾ എന്നോ വിട്ടയക്കൽ എന്നോ വ്യക്തമാകാതെ വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സർക്കാർ വീണ്ടും TP വധക്കേസ് പ്രതികൾക്കായി കത്ത് നൽകിയിരിക്കുന്നത്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ ആസ്ഥാനത്ത് നിന്നാണ് കത്തയച്ചിരിക്കുന്നത്. കത്തിൽ പരോൾ എന്നോ വിട്ടയക്കൽ എന്നോ വ്യക്തമാക്കിയിട്ടില്ല. പകരം വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. TP കേസിലെ പ്രതികൾക്ക് എവിടെയായാലും ആനുകൂല്യം കിട്ടുന്നുണ്ടെന്നും സർക്കാരും പാർട്ടിക്കാരും പ്രതികൾക്കൊപ്പം ഉണ്ടെന്ന് കാണിക്കാനുള്ള നീക്കമാണിതെന്നും KK രമ MLA പറഞ്ഞു. ഇപ്പൊ ഇത്തരത്തിലൊരു കത്ത് ജയിൽ വകുപ്പ്
വകുപ്പ് മേധാവികൾക്ക് അയക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങൾ അറിയേണ്ടത് ജയിൽ വകുപ്പ് മേധാവികളല്ലല്ലോ, അത് പോലീസ് ആസ്ഥാനത്താണല്ലോ അറിയേണ്ടത്. പോലീസുകാരാണല്ലോ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതും അത് റിപ്പോർട്ട് ചെയ്യേണ്ടതും. അപ്പൊ പരോള് പോലും കൊടുക്കുമ്പോൾ പോലീസുകാരോട്, ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ പോലീസുകാരോട് അന്വേഷിച്ച് അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിഞ്ഞിട്ടാണ് ഏതൊരു പ്രതിക്കും പരോള് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ നിലനിൽക്കെ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് വളരെ വ്യക്തമാണ്. സർക്കാരിന്റെ കാലാവധി 6 മാസം ഇരിക്കെ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇതെങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ സർക്കാരുണ്ട്, ഈ പാർട്ടിയുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ശ്രമം നടത്തുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശമുള്ളൂ. ടി.കെ. രജീഷ്, കെ. മുഹമ്മദ് ഷാഫി, എസ്. സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ നേരത്തെ സർക്കാർ ശ്രമം നടത്തിയിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്നാണ് ഉപേക്ഷിച്ചത്. ഇവരെ വിട്ടയച്ചാലുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നം വിലയിരുത്തേണ്ടത് പോലീസാണ്. ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് പങ്കില്ല. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചത് എന്തിനെന്ന കാര്യം വ്യക്തമല്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. TP കേസ് പ്രതികളുടെ മോചന വിഷയത്തിൽ സർക്കാരിൻ്റേത് നിയമവിരുദ്ധ നീക്കമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഈ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പ്രത്യേക കോടതി പറഞ്ഞിട്ടുണ്ട്, ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും അനുഭവിക്കുക തന്നെ വേണം. അതിനിടയിൽ ഒരു ശിക്ഷാ ഇളവും പാടില്ല. ഇതൊരു കോൾഡ് ബ്ലഡഡ് ബ്രൂട്ടൽ നരഹത്യയാണ്, പ്ലാൻഡ് നരഹത്യയാണ്, ആസൂത്രിത കൊലപാതകമാണ്. ഗൂഢാലോചനയിൽ പോലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല എന്ന വിചാരണ കോടതിയുടെ വിധി നിലനിൽക്കുകയാണ്. നിയമവിരുദ്ധമായിട്ട് ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യിച്ച കൊലപാതകമാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. ജില്ലാ കളക്ടർമാരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. SIR നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിലെ നിലവിലെ വോട്ടർ പട്ടിക ഇന്നലെ അർദ്ധരാത്രി മുതൽ അസാധുവായി. BLO ഉൾപ്പെടെയുള്ളവർക്ക് ഇന്നു മുതൽ പരിശീലനം തുടങ്ങും. തുടർന്ന് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ വീടുകൾ കയറിയുള്ള വിവരശേഖരണം പൂർത്തിയാക്കും. അതേസമയം കേരളത്തിൽ SIR നടപ്പാക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ SIR നടപ്പിലാക്കുന്നത്. SIRന്റെ കരട് പട്ടിക ഡിസംബർ 9 പ്രസിദ്ധീകരിക്കും. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയായിരിക്കും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക. ഫെബ്രുവരി 7 അന്തിമ പട്ടിക പുറത്തിറക്കുക. രാഷ്ട്രീയ പാർട്ടികളുമായി SIR സംബന്ധിച്ച് CEOമാർ ചർച്ച നടത്തി വിശദീകരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന ബൂത്ത് തല ഏജന്റുമാർക്കും പരിശീലനം നൽകുമെന്നും കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി. ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും. ബീഹാറിൽ SIR വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഒരു അപ്പീൽ പോലും ഇക്കാര്യത്തിൽ ബീഹാറിൽ നിന്നുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന സൂചന നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്ന് രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിഗണിച്ചില്ല. 1951 മുതൽ 2004 വരെ 8 തവണ രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പകരം 2002-2004 ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന അസാധ്യമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചിട്ടും SIR ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതായും മുഖ്യമന്ത്രി ആരോപിച്ചു. ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണ് SIR എന്ന ആശങ്ക കൂടുതൽ ശക്തമാവുകയാണ്. തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നീക്കമാണ് SIR കേന്ദ്ര ഭരണാധികാരികൾ നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണം. രണ്ടാം ഘട്ട SIR പ്രക്രിയയ്ക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ താൽപര്യപ്പെടുന്ന എല്ലാവരും യോജിച്ച് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
SIR ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് സാഡിസ്റ്റ് മനോഭാവമാണെന്നും അദ്ദേഹം ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞതിനാൽ ഇത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അസമിലും മഹാരാഷ്ട്രയിലും പ്രഖ്യാപിക്കാതെ കേരളത്തിൽ പ്രഖ്യാപിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം പ്രത്യേകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇപ്പോൾ ഇതടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്, ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ഇതിനെയെങ്കിലും തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. ഇപ്പം 2002 ഇത് മടക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ 23 വർഷത്തിൻ്റെ പുറകിലേക്ക് എത്ര പ്രാവശ്യം വോട്ട് ചെയ്തവരുണ്ട്? വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ LDF-ഉം UDF-ഉം സംയുക്തമായി പ്രമേയം പാസാക്കി. കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ ശക്തമായി എതിർത്തു. കോൺഗ്രസ് സ്ഥിരമായി കൃത്രിമത്വം കാട്ടുന്നവരാണ്. കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമായിരുന്നു. രാഹുലിന്റെ വോട്ട് ചോരി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയെ സമീപിച്ചാലും തെരഞ്ഞെടുപ്പ് നടപടികൾ തടസ്സപ്പെടുത്തുകയല്ലാതെ ശാശ്വതമായി നിങ്ങൾക്ക് SIR-നെ തടയാൻ സാധിക്കില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം ഇത് തടസ്സപ്പെടുന്നതാണ് ഇവർ പറയുന്നത്. ഇതിന് ഒരു തടസ്സവും ഇല്ല. PM ശ്രീ തർക്കം ഭരണത്തെ ബാധിക്കില്ലെന്ന് CPI മന്ത്രിമാർ. ഇടതു നയമാണ് രണ്ടു പാർട്ടികളും ഉയർത്തിപ്പിടിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും പാർട്ടി സെക്രട്ടറി നിലപാട് പറയുമെന്നും GR അനിൽ പറഞ്ഞു. CPI ഭിന്നത ഭരണതലത്തിൽ പ്രതിഫലിക്കുന്നില്ലല്ലോ എന്ന മറുപടിയാണ് മന്ത്രി P. പ്രസാദ് നൽകിയത്. തർക്കമുണ്ടായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചർച്ചയിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലല്ലോ എന്ന് P. പ്രസാദ് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം ഇതൊക്കെ കൂടത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ ഗൗരവമുള്ള കാര്യം ചോദിക്കാണ്ട് വേറെ കുഴപ്പമുണ്ടാവുന്നതല്ല, എൻ്റെ കുഴപ്പമൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് സർവകലാശാല അധികൃതരുമായി ഞാൻ അക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം TC വാങ്ങിച്ചു എന്നാണ്. PM ശ്രീ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുന്നു. ചർച്ച ചെയ്ത് പരിഹരിക്കും. നിലവിൽ തന്റെ തലത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുമോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും മന്ത്രി പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ അത് ചർച്ചയെന്ന് പറഞ്ഞു. PM ശ്രീ അല്ല CPM ശ്രീ എന്ന് MM ഹസൻ. ധാരണാപത്രം ഒപ്പിടാൻ കാണിച്ച ധൃതി കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നതെന്നും ഹസൻ പറഞ്ഞു. കേരളത്തിലിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി PM ശ്രീ ഒപ്പിടാൻ കാണിച്ച ധൃതി കാണുമ്പോൾ കേരളത്തിൽ അതിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് CPM ശ്രീ ആയിട്ടാണ്. അതിന് പേര് കൊടുത്തിരിക്കുന്നത് PM ശ്രീ ആണെങ്കിലും ഈ CPIയെ പരിപൂർണമായി രണ്ടാം കക്ഷിയാണ്. അവരെ ഇരുട്ടിൽ നിർത്തി അവരുടെ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കാതെ അവർക്ക് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. അത് വേറെ കാര്യം. കാവ്യവൽക്കരണത്തിന് കുടപിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റേതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. PM ശ്രീയിൽ ഒപ്പുവെച്ച നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സെക്കുലർ ലോങ് മാർച്ച് സംഘടിപ്പിക്കും. ഇതിലേക്ക് ബിനോയ് വിശ്വത്തെയും ക്ഷണിക്കുന്നുവെന്നും ജനീഷ് തിരുവനന്തപുരത്ത് പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെച്ചതോടുകൂടി കേരളത്തിന്റെ സെക്കുലർ ക്രെഡൻഷ്യലിനെ ഈ ഗവൺമെന്റ് ഒറ്റുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയോട് പോലും ചർച്ചകളും കൂടിയാലോചനകളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നയരൂപീകരണങ്ങളിലും നയത്തിലുമെല്ലാം ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ GCDAയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ലെന്ന് ഉമാ തോമസ്.
MLA എന്ന നിലയിൽ നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചനയും തന്നോട് നടത്തിയിട്ടില്ല. സ്റ്റേഡിയത്തിന് ബലക്ഷയം ഉള്ളതാണ്. അത് പരിഹരിക്കാനുള്ള നടപടികളാണോ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും ഉമാ തോമസ് MLA പറഞ്ഞു. സ്പോൺസറുമായി കരാർ ഒപ്പിട്ടതിലും അവ്യക്തതയുണ്ട്. സ്പോൺസറുടെ പ്രവൃത്തി പരിചയം പരിശോധിക്കണമായിരുന്നുവെന്നും ഉമാ തോമസ് അഭിപ്രായപ്പെട്ടു. കരാർ പോലും ഒപ്പിട്ടില്ല എന്ന് പറയുമ്പോൾ കരാർ ഒപ്പിടാതെ ഇതെങ്ങനെ മുന്നോട്ട് പോയി? അപ്പോൾ ഏത് രീതിയിലും മറ്റുള്ളവരെ കളിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു പരിപാടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം November 17th ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇത് വൈകിയാണേലും കരാർ ഒപ്പിട്ടത് നമ്മൾക്ക് കാണേണ്ടതുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ കടുത്ത വെല്ലുവിളി മറികടന്ന് മലപ്പുറം കിരീടം നിലനിർത്തി. തുടർച്ചയായ 2ാം തവണയാണ് മലപ്പുറത്തിന്റെ കിരീട നേട്ടം. 236 പോയിന്റാണ് മലപ്പുറം നേടിയത്. സ്കൂൾ വിഭാഗത്തിൽ ഐഡിയൽ കടകശ്ശേരിക്കാണ് കിരീടം. ഓവറോൾ കിരീടം തിരുവനന്തപുരത്തിനാണ്. 1825 പോയിന്റുകളാണ് തിരുവനന്തപുരം നേടിയത്. സ്കൂൾ കായികമേളയിലെ പ്രായത്തട്ടിപ്പിൽ വകുപ്പുതല നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മേളയിൽ സ്വർണം നേടുന്ന അർഹരായ 50 വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മേളയിൽ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്കുള്ള സംവിധാനം ഏർപ്പെടുത്തിയെങ്കിലും പരിശോധന നടത്താനുള്ള ഏജൻസി എത്തിയില്ല എന്ന് മന്ത്രി പറഞ്ഞു. കായികമേളയ്ക്ക് കൊടിതാഴാൻ മണിക്കൂറുകൾ ശേഷിക്കെ കുട്ടിത്താരങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു താരം കൂടിയുണ്ട്. ഈ കായികമേളയുടെ ഭാഗ്യതാരം തങ്കു. ആ തങ്കു എത്തുകയാണ് ഇനി നിങ്ങൾക്കിടയിലേക്ക്. അല്ലേലും നിനക്കൊക്കെ എന്തിനടേ എന്നെ ഇങ്ങനെ കളിയാക്കാൻ? ഒന്നുമില്ലേലും ഞാൻ നിങ്ങളുടെയൊക്കെ തങ്കുവല്ലടേ. അതെടേ, അത് തന്നെ 11 തന്നെടേ. ദീപശിഖയുമായി ഓടുന്ന ആ ചപ്പർത്തലൻ തന്നെ. എന്തിനടേ ഇത്? നിന്റെ കവാലം പുളക്കി ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ഒരു മത്സരത്തിൽ ആദ്യം എത്താൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ. അതിനാണടേ നിന്റെ ഈ പൊളപ്പ്. അല്ലെങ്കിൽ തന്നെ തോന കാലം എഴിഞ്ഞു നീങ്ങണ ഒരുത്തൻ കാരണം പഴി കേൾക്കുകയല്ലേ ഞാൻ. എത്ര നാളുകളായത് മുയലിനെ തോൽപ്പിച്ച ആമ എത്ര. ഞാൻ സ്വല്പം ഉറങ്ങിപ്പോയതാണോടേ ഇപ്പോൾ കുഴപ്പം. ഉറക്കം വന്നാൽ ഉറങ്ങും. അതിന് ഇങ്ങനെ കളിയാക്കണോടേ. വർഷം കുറേയായി ഞാനിത് വഹിക്കണം. ഇവിടെ എന്നെ ഇങ്ങനെ നിർത്തിയപ്പോഴാണ് ഒരു സന്തോഷം. അപ്പോഴും താഴെ നിന്ന് ഫോട്ടോകൾ എടുക്കാൻ പറഞ്ഞവർ പോലും പറയണ യവൻ തോറ്റുപോയ ലെവനല്ലേ എന്ന്. എന്തിരടേ ഇത്? ഈ നാടിനൊരു മാറ്റമില്ലല്ലേ. മറ്റേ ലെവനില്ലേ പതിയെ പോയി എന്നെ പറ്റി ജയിച്ചവൻ. അവനെ എന്നേലും എൻ്റെ കൈ കിട്ടും. ആ ബഹുമാനമെങ്കിലും എന്നോടൊന്ന് കാണിച്ചൂടെ? എന്തായാലും വന്ന് അതെ ചെല്ലക്കിളി ചുമ്മാ എൻ്റെ ചുറ്റും നിന്ന് കറങ്ങി ഫോട്ടോകളും മറ്റും എടുത്ത് സമയം കളയാതെ പോയി സ്വർണ്ണ മെഡലുകളൊക്കെ തൂക്കി വരീന്ന്. പിന്നെ സ്വർണ്ണവും മെഡലുകളൊന്നും കിട്ടിയില്ലെങ്കിലും അപ്പികൾ സങ്കടപ്പെടണ്ട കേട്ടാ. ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് പറയുക അറിഞ്ഞങ്ങ് പോരാടേ. എന്നെപ്പോലെ മുയൽ ഉറങ്ങിപ്പോയി എന്ന് പറയിപ്പിക്കല്ലേടേ അപ്പി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാ, ഓട്ടത്തിൽ തോറ്റ എന്നെ എന്തിനടേ ഇങ്ങനെ ഇവിടെ എടുത്തു നിർത്തുന്നതെന്ന്. അന്ന് കേട്ടില്ലല്ലോ അവന്മാര്. ഇപ്പോൾ എന്ത് പറ്റി? വരുന്നവനും പോകുന്നവനും ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. എന്തോ എൻ്റെ തെറ്റ് കൊണ്ട് ഒരിക്കൽ തോറ്റ കൊണ്ട് ഈ നാണക്കേട് ഒരിക്കലും മാറില്ലല്ലേ. അതേ അപ്പികളെ ചുമ്മാ പൊളിക്കടേ. എന്നെപ്പോലെ ഒരാളും തോൽക്കല്ലടേ. ഇത് വല്ലാത്തൊരു തൊന്തരവ് തന്നെടേ. അതുകൊണ്ട് പറയുന്നതാണ്. പിറകോട്ട് പോകാതെ ഞെരിപ്പായി പോരാട്ടം നടത്തടേ എല്ലാവരും. എന്തരടേ ഇത് ഏത് ഭാഷയെന്നാ? നമ്മുടെ തിരുവനന്തപുരത്ത് കായികമേള നടക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയണടേ? എന്തരോ ആവട്ടെ. അപ്പോൾ ശരിയടേ. ഇത് തന്നെയാ അമൃത ന്യൂസിലെ സനിൽകുമാറും സുനിൽകുമാറും പിന്നെ മറ്റേ 11 ഉണ്ടല്ലോ, ആ ചവാലക്കുറ്റി അടിച്ച് പൊളിക്കേണ്ടവൻ. അവൻ തന്നെ അജയ്നാഥ്. ഇവർ 3 ചേർന്ന് നടത്തിയ പരിപാടിയാണ് കേട്ടാ. എന്തായാലും അവരുടെ കൂടെ ഞാനും കൂടുവാടേ. 11 എന്നോട് കാണിച്ചത് ശരിയായില്ലേലും അമൃത ന്യൂസിന് വേണ്ടി തിരുവനന്തപുരത്തുനിന്നും നിങ്ങളുടെ സ്വന്തം തങ്കുവടി. അപ്പോൾ ശരിയടേ, കായികമേളയിലെത്തിയ എല്ലാവർക്കും ആശംസകളും മറ്റും ഉണ്ട് കേട്ടാ. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി സ്പെയിനിലെത്തിയ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിക്ക് സ്നേഹനിർഭരമായ വരവേൽപ്പ്. അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ ആയിരങ്ങളാണ് എത്തിയത്. സ്പെയിനിലെ ഗ്രാനൂഴ്സിൽ അമ്മയെ ഇരുകൈകളും നീട്ടിയാണ് ഭക്തർ സ്വീകരിച്ചത്. ഊഷ്മളമായ ആ സ്വീകരണം ഏറ്റുവാങ്ങി അമ്മയും.
അമ്മയെ സ്വീകരിക്കാനായത് ബഹുമതിയെന്നും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവന്നതിന് അമ്മയ്ക്ക് നന്ദിയെന്നും ചടങ്ങിൽ ഗ്രാനൂൾസ് മേയർ ആൽബ ബർൺസെൽ പറഞ്ഞു. Al equipo de AMMA y a todos y todas ustedes. Para Granollers es un honor recibirlos hoy una vez más con los brazos abiertos. മനുഷ്യരാശിക്കായി അമ്മ ചെയ്യുന്ന സേവനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ലെന്നും യഥാർത്ഥമായ സ്നേഹത്തിലൂടെയും അനുകമ്പയിലൂടെയും നമ്മെ പരസ്പരം ഒന്നാക്കുകയാണ് അമ്മ ചെയ്യുന്നതെന്നും മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയും യുനിസെഫ് ഗുഡ്വിൽ അംബാസിഡറുമായ തെരേസ വിയഹോയ് പറഞ്ഞു. No hay una palabra, una única que defina lo que hace AMMA en la humanidad. No es generosidad, es mucho más que solidaridad, es mucho más que compasión, mucho más que empatía, mucho más que ayuda, mucho más que escucha. Pero sí hay un gesto capaz de doblegar el ego de cada uno de nosotros, y ese es el abrazo. Eso es lo que hoy vamos a sentir, cómo nos fundimos en el otro desde una auténtica compasión. രാത്രി ഏറെ വൈകി നടന്ന പരിപാടിയിൽ അമ്മയോടൊപ്പം ഭജനയിലും ധ്യാനത്തിലും നിരവധി പേർ പങ്കെടുത്തു. എല്ലാവർക്കും ദർശനം നൽകിയതിനു ശേഷമാണ് ചടങ്ങുകൾ അവസാനിച്ചത്. ഫിൻലാൻഡിലെ ഹെൽസിംകിയിലെ മക്കളുടെ അരികിലേക്കാണ് അമ്മ ഇനി എത്തുക. ന്യൂസ് ഡെസ്ക് അമൃത TV. സ്പെയിനിലെ മാതാമൃതാനന്ദമയി മഠത്തിൽ ഭക്തർ അമ്മയ്ക്ക് സ്നേഹാദരങ്ങളോടെയുള്ള വരവേൽപ്പാണ് ഒരുക്കിയത്. അമ്മയ്ക്കൊപ്പം മക്കൾ ധ്യാനത്തിലും ഭജനയിലും പങ്കെടുത്തു. സ്പെയിനിലെ ഗ്രനൂൾസിലുള്ള ആശ്രമം ശാന്തസുന്ദരമാണ്. അമ്മ എത്തും മുൻപ് പരിസരം ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു. മുതിർന്ന സന്യാസി ശിഷ്യരോടൊപ്പമാണ് അമ്മ ആശ്രമത്തിലെത്തിയത്. ബാഴ്സലോണയ്ക്കടുത്തുള്ള ആശ്രമം അമ്മയുടെ വരവോടെ ഭക്തിയുടെയും ആത്മീയ ശാന്തിയുടെയും പുണ്യസങ്കേതമായി മാറി. 1538 നിർമ്മിച്ച പാരമ്പര്യത്തിന്റെ മഹിമ പേറുന്ന കെട്ടിടമാണ് പിന്നീട് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആശ്രമമായി മാറിയത്. പഴമയുടെ പ്രൗഢിയും ആത്മീയതയുടെ അന്തരീക്ഷവും ഒത്തുചേരുന്ന ഇവിടം ഭക്തർക്ക് എന്തെന്നില്ലാത്ത സമാധാനം നൽകുന്നു. അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ആശ്രമത്തിൽ ഭക്തർക്ക് ആനന്ദമേകി ധ്യാനവും ഭജനയും നടന്നു. ലോകമാതാവായ അമ്മ സ്പാനിഷ് ഭാഷയിൽ ഏതാനും ഭജനകൾ ആലപിച്ചത് ഏവർക്കും അവിസ്മരണീയ അനുഭവമായി. ആനന്ദക്കണ്ണീരോടെ അമ്മയുടെ കാരുണ്യം അനുഭവിച്ചറിയുകയായിരുന്നു ഓരോ ഭക്തനും. എല്ലാവർക്കും അമ്മ പ്രസാദവും വിതരണം ചെയ്തു. അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങളുടെ സന്തോഷത്തിലും സംതൃപ്തിയിലുമായിരുന്നു സ്പെയിനിലെ മക്കൾ. ന്യൂസ് ഡെസ്ക് അമൃത TV. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.